നമസ്കാരം. റാഫ്റ്റോ ക്രിക്കറ്റിലേക്ക് അവർക്കും സ്വാഗതം. ഹരിയാനയിലെ റോത്തക്കിൽ നിന്നുള്ള 21-കാരി ഷഫാലി വർമ്മ, അവർ വല്ലാത്തൊരു സ്റ്റോറിയാണത്. ഇപ്പം ഒക്ടോബർ 27 അവർ കളിച്ചുകൊണ്ടിരുന്നത് ഡൊമസ്റ്റിക് ക്രിക്കറ്റാണ്. T20 ട്രോഫി ഗോളിയോറിലും സൂറത്തിലുമായിട്ട് നടന്ന ആ T20 ട്രോഫിയുടെ മത്സരങ്ങൾ അവർ ഹരിയാനയ്ക്ക് വേണ്ടി കളിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. എന്ന് ഒക്ടോബർ 27. ഇന്നത്തെ ദിവസം ഏതാ? നവംബർ 3. നവംബർ 2 അവർ വേൾഡ് കപ്പിൽ ഇന്ത്യയെ ഫൈനലിൽ വിജയത്തിലേക്ക് കൊണ്ടുപോയ കിടിലൻ പ്രകടനം നടത്തിയിട്ട് വേൾഡ് കപ്പിൽ പ്ലെയർ ഓഫ് ദി മാച്ച്, വേൾഡ് കപ്പിൻ്റെ ഫൈനലിൽ പ്ലെയർ ഓഫ് ദി മാച്ച് ആവുന്ന ഏറ്റവും പ്രായം കുറഞ്ഞ കളിക്കാരിയായിട്ട് മാറി. എന്താണ് ഇതിനെ പറയേണ്ടത്? വിധിയുടെ വിളയാട്ടമെന്ന് പറഞ്ഞാൽ മതിയോ? എന്തായാലും ഷഫാലി വർമ്മ അർഹിച്ച നേട്ടത്തിലേക്ക് തന്നെയാണ് എത്തിച്ചേർന്നിട്ടുള്ളത്. ഇപ്പോൾ അവർ കളിക്ക് ശേഷം പറയുന്നുണ്ട്, ദൈവം എന്നെ അയച്ചത് ഇങ്ങനെ സുന്ദരമായിട്ടുള്ള കാര്യങ്ങൾ ചെയ്യാനാണ്. പിന്നെ അവർ പറയുന്നൊരു കാര്യമുണ്ട്, സച്ചിൻ ടെണ്ടുൽക്കറെ ഞാൻ കണ്ടപ്പോൾ അതെനിക്ക് വലിയൊരു ഇൻസ്പിറേഷനായിരുന്നു. അതനുസരിച്ച് ഞാൻ ആവേശത്തോടു കൂടി കളിച്ചു. വളരെ ശാന്തമായിട്ട് എന്നിൽ വിശ്വാസം അർപ്പിച്ച് മുന്നോട്ട് പോയ എനിക്കെന്തും ചെയ്യാൻ പറ്റും. വലിയ ആത്മവിശ്വാസത്തിലാണ് കളിക്ക് ശേഷം പ്ലെയർ ഓഫ് ദി മാച്ച് പുരസ്കാരം സ്വന്തമാക്കിയ ഷഫാലി വർമ്മ സംസാരിച്ചത്. അവരുടെ വാക്കുകൾ നോക്കാം. ഞാൻ ആദ്യമേ പറഞ്ഞ പോലെ, ഗോഡ് ഹാസ് സെൻഡ് മീ ഹിയർ ടു ഡു സംതിങ് നൈസ്. ദൈവം എന്നെ ഇങ്ങോട്ട് അയച്ചത് ചില മനോഹരമായ കാര്യങ്ങൾ ചെയ്യാനാണ്. ഇന്നത്തെ ദിവസം അത് കൃത്യമായിട്ട് പ്രതിഫലിക്കുന്നുണ്ട്. വളരെ ഹാപ്പിയാണ്. ഞങ്ങൾ വിജയിച്ചു. എനിക്ക് ഈ ഒരു സന്തോഷം വാക്കുകൾ കൊണ്ട് അവതരിപ്പിക്കാൻ പറ്റുന്നില്ല. ആ വാക്കുകൾ മതിയാവുന്നില്ല. തീർച്ചയായിട്ടും ബുദ്ധിമുട്ടായിരുന്നു, എന്നാൽ എനിക്ക് എന്നിൽ നല്ല കോൺഫിഡൻസ് ഉണ്ടായിരുന്നു. ഞാൻ ആത്മവിശ്വാസത്തോടു കൂടി വളരെ ശാന്തമായിട്ട് നിൽക്കുകയാണെങ്കിൽ ഐ കുഡ് അച്ചീവ് എവറിത്തിങ്. അതെനിക്ക് വിശ്വാസമുണ്ട്. എനിക്കെന്തും നേടാൻ പറ്റും. എൻ്റെ പാരൻസ്, എൻ്റെ ഫ്രണ്ട്സ്, എൻ്റെ ബ്രദറ് എല്ലാവരും എന്നെ വളരെ വലിയ രൂപത്തിൽ സപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. എങ്ങനെ കളിക്കണം എന്നുള്ളതൊക്കെ മനസ്സിലാക്കി തരാൻ അവരൊക്കെ പ്രധാനപ്പെട്ട റോള് വഹിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ എൻ്റെ ടീം വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഞാനും എൻ്റെ ടീമുമൊക്കെ മികച്ച രൂപത്തിൽ പെർഫോം ചെയ്ത് ഈ ഒരു മത്സരം വിജയിക്കണമെന്ന ആവേശത്തിൽ തന്നെയാണ് കളിച്ചത്. ഇന്ന് എൻ്റെ മൈൻഡ് വളരെ ക്ലിയറാണ്. ഞാൻ എൻ്റെ പ്ലാനുകൾക്കനുസരിച്ച് കളിച്ചു. വളരെ സന്തോഷമുണ്ട്. എനിക്ക് ആ പ്ലാനുകൾ എക്സിക്യൂട്ട് ചെയ്യാൻ പറ്റി. അതുപോലെ തന്നെ സ്മൃതി ദിയും പിന്നെ ഹെർമൻ ദിയും ഒക്കെ എന്നെ വളരെയധികം സപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. പിന്നെ സീനിയേഴ്സ് എന്നോട് ആവശ്യപ്പെട്ടത് എൻ്റെ കളി എന്താണോ അത് കളിക്കുക എന്നുള്ളതാണ്. മൈ ഓൺ ഗെയിം കളിക്കാൻ അവർ ആവശ്യപ്പെട്ടു. അപ്പം ആ ഒരു ക്ലാരിറ്റി നമുക്ക് ലഭിക്കുമ്പോൾ അത് മതി. പിന്നെ പെർഫോം ചെയ്യാൻ അത് മതി. പിന്നെ ഇതൊരു വളരെ മെമ്മറബിളായിട്ടുള്ള നിമിഷമാണ്. ഞാൻ സച്ചിൻ ടെണ്ടുൽക്കർ ഇവിടെ കണ്ടപ്പോൾ അതെനിക്ക് വലിയ രൂപത്തിലുള്ളൊരു ഇൻക്രെഡിബിൾ ബൂസ്റ്റാണ്, വലിയ ഇൻസ്പിറേഷനാണ് എനിക്ക് നൽകിയത്. തീർച്ചയായിട്ടും ഇത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. അദ്ദേഹം ക്രിക്കറ്റിൻ്റെ മാസ്റ്ററാണ്. സോ അദ്ദേഹത്തിലേക്ക് നമ്മൾ ഉറ്റുനോക്കുമ്പോൾ എപ്പോഴും നമ്മൾ ഇൻസ്പയർഡായിട്ട് മാറും എന്നുകൂടി ഇപ്പോൾ ഷഫാലി വർമ്മ പറയുന്നുണ്ട്. 21-കാരിയായിട്ടുള്ള ഷഫാലി വർമ്മ, നമുക്കറിയാം ഈ ഒരു ടൂർണമെൻറ്റിന് അവർ സ്ക്വാഡിൽ ഉണ്ടായിരുന്നില്ല. പ്രതികാരവാലിന് പരിക്ക് പറ്റിയ ഘട്ടത്തിൽ അവർക്ക് പകരമാണ് സെമി ഫൈനലിലേക്ക് ഷഫാലി വർമ്മയെ സ്ക്വാഡിലേക്ക് ആഡ് ചെയ്യുന്നത്. പിന്നീട് നടന്നത് ചരിത്രമാണ്. ഫൈനൽ മത്സരത്തിൽ എന്തൊരു പ്രകടനമാണ് അവർ നടത്തിയത്. ബാറ്റ് കൊണ്ട് മിന്നും പ്രകടനം. 78 പന്തുകളിൽ നിന്ന് 87 റൺസാണ് അവർ അടിച്ചു കൂട്ടിയത്. കൂടാതെ ബൗളിങ്ങിൽ സൗത്ത് ആഫ്രിക്കയുടെ 2 പ്രധാനപ്പെട്ട വിക്കറ്റുകൾ അവർ വീഴ്ത്തുകയും ചെയ്തു. ഫൈനൽ മത്സരത്തിൽ അവർ പ്ലെയർ ഓഫ് ദി മാച്ചായിട്ട് മാറുകയും ചെയ്തു. ഇത് വല്ലാത്തൊരു ഫെയറി ടെയിൽ എൻഡിങ് ആണ് എന്ന് തന്നെ പറയേണ്ടി വരും. ഇനി കഴിഞ്ഞില്ല, മറ്റൊരാളെക്കുറിച്ച് കൂടി നമ്മളിവിടെ പറയേണ്ടതുണ്ടെന്ന് തോന്നുന്നു. അത് ദീപ്തിയുടെ കാര്യമാണ്. ദീപ്തി നോക്കുക, 2017 ഇന്ത്യക്ക് ഫൈനലിൽ വിജയിക്കാൻ 11 റൺസ് മതി 12 പന്തുകളിൽ എന്ന സമയത്ത് അവർ ഔട്ടായി, അവർ വീണുപോയി. അതുപോലെ തന്നെ 2022 മാച്ച് വളരെ ക്രൂഷ്യലായ ഘട്ടത്തിൽ നിൽക്കുമ്പോൾ അവർ ഓവർ സ്റ്റെപ്പ്ഡായിട്ട് പന്തെറിഞ്ഞു. അങ്ങനെയൊക്കെ വലിയ രൂപത്തിൽ നിരാശജനകമായ ക്രൂഷ്യൽ മൊമെൻറ്റുകളിൽ വീഴ്ചകൾ സംഭവിച്ച അതേ ദീപ്തി 2025 ഇതാ വേൾഡ് കപ്പ് ഉയർത്തുന്നത് എങ്ങനെയാണ്? പ്ലെയർ ഓഫ് ദി സീരീസ് ആയിട്ടാണ്. സോ
വാട്ട് ആൻ ഇൻസ്പയറിംഗ് സ്റ്റോറി എന്ന് അവരെക്കുറിച്ചും പറയേണ്ടി വരും. ഈ ഫൈനൽ മത്സരത്തിൽ അർദ്ധ സെഞ്ചുറി നേടുകയും ബോൾ കൊണ്ട് 5 വിക്കറ്റ് വീഴ്ത്തുകയും ചെയ്ത് ദീപ്തിയും ഈ വിജയത്തിൽ പ്രധാന പങ്ക് വഹിച്ചു. അതുകൊണ്ട് തന്നെയാണ് അവർ പ്ലെയർ ഓഫ് ദി സീരീസ് ആയിട്ട് മാറിയത്. എന്തായാലും ഇന്ത്യൻ പെൺകുട്ടികൾക്ക് ഇനിയും ലോകത്തിൻ്റെ നെറുകയിൽ വാഴാൻ കഴിയട്ടെ. വീഡിയോ അവസാനിക്കുന്നു. ക്രിക്കറ്റ് ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി റഫ് ടോക്സ് എത്താം.